രോഹിതെ, ഇപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി KPCCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സണ്ണി ജോസഫ് മാറും എന്ന് നമ്മൾ കേട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥിരം മണ്ഡലത്തിൽ, കണ്ണൂർ സ്ഥിരം മണ്ഡലത്തിലേക്ക് അദ്ദേഹം പോകുമെന്നും മത്സരിക്കുമെന്ന് നമ്മൾ അറിഞ്ഞതാണ്, കേട്ടതാണ്. അതിലൊരു മാറ്റവും എന്നാൽ ഒരു പുതിയ KPCC പ്രസിഡന്റ് ഉണ്ടാകുമെന്നാണ് നമ്മളെല്ലാം അറിഞ്ഞത്. അതിൽ നമ്മുടെ നമ്മുടെ യുവജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട MP അല്ലെങ്കിൽ നേതാവ്, MP ആകുന്നതിന് മുമ്പ് അദ്ദേഹം ജനങ്ങളുടെ ഇഷ്ടപ്പെട്ട നേതാവാണ് ഷാഫി, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഷാഫി. ഈ ഷാഫി പറമ്പിൽ ആകുമെന്നാണ് നമ്മളെല്ലാവരും മനസ്സിൽ കരുതിയത്. പക്ഷേ ഷാഫിയെ വെട്ടി ബെന്നി ബെഹനാൻ, ഈ ബഹുമാനപ്പെട്ട ബെന്നി ബെഹനാൻ വരുന്നു. ബെന്നി ബെഹനാൻ വന്നതിനകത്ത് കോൺഗ്രസിനകത്ത് എന്തെങ്കിലും ഉൾപാർട്ടി രാഷ്ട്രീയം ഉണ്ടോ, അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടോ? ചേട്ടാ, ഇതിനകത്ത് ഈ ഇടതുപക്ഷവും BJP ഒക്കെ പ്രചരിപ്പിക്കാൻ പോകുന്ന ഒരു ക്യാപ്സൂളാണ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചേട്ടൻ മുൻകൂട്ടി കണ്ട് പറയുന്നു എന്ന് ചേട്ടൻ്റെ ദീർഘവീക്ഷണത്തെ ഞാൻ അല്ല, അതിനകത്തൊരു രാഷ്ട്രീയ കളിയില്ല. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഷാഫി പറമ്പിൽ KPCC അധ്യക്ഷനാകാൻ പോകുന്നു എന്നുള്ളത് മാധ്യമ സൃഷ്ടിയായിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് കോൺഗ്രസ്സിലെ ഒരു കൂട്ടം ആളുകൾ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പുതിയ KPCC അധികാരമൊന്നുമല്ലല്ലോ, ആയില്ലല്ലോ, മാറിയിട്ട് പുതിയ KPCC കൃത്യമായ കമ്മ്യൂണിറ്റി ബാലൻസിങ് നടത്തിക്കൊണ്ടാണ് ഈ പറയപ്പെടുന്ന KPCC വന്നത്. KPCC അധ്യക്ഷനാകാൻ യോഗ്യതയുള്ള ഒട്ടനവധി നേതാക്കന്മാർ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നു കേട്ട പല പേരുകളുണ്ട്. അതിലൊന്ന് പത്തനംതിട്ട MP ആയിരിക്കുന്ന ആൻ്റണിയുടെ പേരായിരുന്നു. മറ്റൊന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ട് കൊടുക്കുന്ന സുരേഷിൻ്റെ പേര് ഒരു തവണ നമ്മൾ ഉയർന്നു കേട്ടത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം സംവരണ വിഭാഗത്തിൽ നിന്നൊരാൾ KPCC അധ്യക്ഷനായി വരണം എന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്യാമ്പുകൾ ആവശ്യം ഉന്നയിച്ചു. സണ്ണി ജോസഫ് വളരെ അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരാളാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന VD സതീശൻ മധ്യ കേരളത്തെ പ്രദാനം ചെയ്യുന്ന ഒരാളാണ്. മറ്റൊന്ന് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം തെക്കൻ കേരളത്തെ പ്രദാനം ചെയ്ത് ആലപ്പുഴയെ പ്രദാനം ചെയ്യുന്ന ഒരാളാണ്. KC വേണുഗോപാൽ കണ്ണൂരുകാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഡൽഹിയും ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാവാണ്. K സുധാകരനായിരുന്നു കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രാതിനിധ്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിനുമപ്പുറത്തേക്ക് ഈഴവ സമുദായ അംഗമാണ് K സുധാകരൻ. ഈ കോൺഗ്രസ് പാർട്ടിയിലും ഈ പറയപ്പെടുന്ന സമുദായത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ മലബാർ മേഖലയിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസിനെ ചേർത്ത് നിർത്താൻ പറ്റുന്ന മുസ്ലിം ലീഗ് UDF-നൊപ്പം നിൽക്കുമ്പോൾ തന്നെ ഷാഫിയെ പോലെയുള്ള ഐക്കോണിക് ആയിട്ടുള്ള ആളുകൾ, ഷാഫിക്ക് മതത്തിനപ്പുറത്തേക്ക് ജാതിക്കപ്പുറത്തേക്ക് വലിയ സ്വാധീനമുള്ള ആളാണെന്ന് പാലക്കാട് തിരഞ്ഞെടുപ്പ് പലതവണ നമുക്ക് കാണിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രതിനിധി, അതും ആരോപണങ്ങളൊന്നുമില്ലാത്ത ജനകീയനായ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നൊരാൾ വരണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനായി AICC നോമിനേറ്റ് ചെയ്യുന്നു. KPCC അംഗീകരിക്കുന്നു, അദ്ദേഹം വരുന്നു. അപ്പോൾ ആൻ്റണിയെ മാറ്റി നിർത്താൻ പല കാരണങ്ങളുണ്ട്. ആൻ്റണി KPCC അധ്യക്ഷ സ്ഥാനം ഉറപ്പിച്ച് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായി കോട്ടയത്ത് ഗസ്റ്റ് ഹൗസിൽ റൂം എടുത്ത് താമസിച്ചത് ഡൽഹിയിൽ പാർട്ടി വരെ നടത്തിയതൊക്കെ ആ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാം അറിയാം. ഇപ്പോൾ സണ്ണി ജോസഫ് മാറുമ്പോൾ ഷാഫി പറമ്പിൽ വരണമെന്നുള്ളത് പാർട്ടിക്കാരുടെ ഒരു വികാരമായിരുന്നു. അങ്ങനെ വന്നാൽ അതൊരു മാസ് കളിയായിരിക്കുമെന്ന എല്ലാവർക്കും, ഒരു ചെറുപ്പക്കാരനും അപ്പുറത്തേക്ക് ഒരു ക്രൗഡ് പുള്ളർ, കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് സജീവമായി നിൽക്കുന്ന ക്രൗഡ് പുള്ളർമാരിൽ ഒരാൾ, വൈകാരികമായി ആവേശത്തോടു കൂടി സംസാരിപ്പിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് വിരോധിയെ കോൺഗ്രസ്സുകാരനാക്കാൻ പറ്റുന്ന നേതാവിന്റെ പേരാണ് ഷാഫി. കോൺഗ്രസ് വിരോധ രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹത്തെ ഇഷ്ടമാണ്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ KPCC വന്നപ്പോൾ സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാകുന്നു. ഇസ്ലാമിക ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഷാഫി പറമ്പിലിനെ ഉപാധ്യക്ഷനാക്കുന്നു. ന്യൂനപക്ഷങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ട്, അതായത് സംവരണ വിഭാഗങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ട് AP അനിൽകുമാർ ഉപാധ്യക്ഷനാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ നമ്മുടെ PC വിശ്വനാഥ്, അതായത് ഹൈന്ദവ സമൂഹത്തിലെ നായർ കമ്മ്യൂണിറ്റിയെ പ്രതിദാനം ചെയ്തുകൊണ്ട് PC വിശ്വനാഥ് വരുന്നു. ഇനി ഇത് എത്ര ജാതി അല്ല എന്ന് പറഞ്ഞാലും ജാതി തന്നെയാണ്. ഇപ്പുറത്ത് UDF കൺവീനറായിട്ട് ഈഴവ സമൂഹത്തിൽ നിന്ന് അടൂർ പ്രകാശ് വരുന്ന കാഴ്ച നമ്മളുണ്ട്. കൃത്യമായ ബാലൻസ് ഇവിടെ സംഭവിക്കുന്നു. ഇനി ഷാഫി പറമ്പിലിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയാൽ വളരെ നല്ലതാണ്. ജാതിക്ക് മതത്തിനൊക്കെ അപ്പുറത്തേക്ക് വളരെ നല്ലതാണ്. പക്ഷേ അതിനേക്കാൾ വലിയൊരു പോസിബിലിറ്റി അപ്പുറത്തുണ്ട്. അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, VD സതീശൻ നയിക്കുന്ന ജാഥ കോഴിക്കോട് ജില്ല കവർ ചെയ്യുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ കണ്ണൂരിൻ്റെയും കോഴിക്കോടിൻ്റെയും മേഖലകളിലൂടെ ഈ ജാഥ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന വലിയൊരു ജനക്കൂട്ടമുണ്ട്. ആ ട്രെൻഡ് സെറ്റ് ചെയ്തത് വടകര തെരഞ്ഞെടുപ്പാണ്, വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ നായകൻ ഷാഫി പറമ്പിലാണ്. കഴിഞ്ഞ 25 വർഷക്കാലമായി കോഴിക്കോട് ജില്ലയിൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിലൊരു MLA നമ്മൾ മനസ്സിലാക്കണം. കോഴിക്കോടിനെ നമ്മൾ UDF-ന്റെ കോട്ടയെന്ന് വിളിക്കുമ്പോൾ അവിടെ ഘടകകക്ഷികളായ മുസ്ലിം ലീഗ് അടക്കമുള്ള സംവിധാനങ്ങളാണ് MLA-മാരെ ജയിപ്പിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അട്ടപടലം തോൽക്കുന്ന ഒരു കാഴ്ച. ഇപ്പോഴും വലിയ സീറ്റൊന്നുമില്ല അവർക്ക്, ഒന്നുമില്ല കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ലീഗിനുള്ളതേ ഉള്ളൂ. അവിടെ ഷാഫി പറമ്പലിനെ പോലൊരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു നേതാവിനെ മത്സരിപ്പിച്ചാൽ അതിൻ്റെ ഒരു ട്രെൻഡ് തൊട്ടടുത്ത മണ്ഡലങ്ങളിലൂടെ വ്യാപിക്കും, ഉറപ്പായിട്ടും. അപ്പോൾ
ഷാഫി MP ആയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിന്റെ മുന്നിൽ ഈ ഇവിടെ പറയപ്പെടുന്ന തടസ്സം. ഇനി MP ആരും മത്സരിക്കില്ലേ? അതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? കെ സുധാകരന് പ്രായത്തിലുള്ളവ് നൽകും. പ്രായത്തിലുള്ളവാണ് കെ സുധാകരന് കൊടുക്കുന്നത്, MP ആയതുകൊണ്ടല്ല. അപ്പോൾ കണ്ണൂർ സീറ്റ്, കണ്ണൂർ ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന സീറ്റാണ്, കോൺഗ്രസ് എസിനാണ് സീറ്റ്. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട രാമേന്ദ്രൻ കടന്നപ്പള്ളിക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ട്, സാധ്യതയില്ല. അപ്പോൾ കോൺഗ്രസ് എസിൽ നിന്ന് അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി വരികയോ അല്ലെങ്കിൽ CPM ആ സീറ്റ് എടുത്തിട്ട് കോൺഗ്രസ് മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊടുക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവും. അവിടെ ജയിക്കണമെങ്കിൽ സുധാകരനെ പോലെ ജനകീയനായ ഒരു മുഖം കണ്ണൂരിൽ ആവശ്യമാണ്. അപ്പോൾ ഈ 100 സീറ്റ് 110 സീറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ കണക്കൂട്ടലാണ്. അപ്പോൾ സുധാകരൻ MP സ്ഥാനത്ത് ഇളവ് കൊടുക്കേണ്ടുന്ന സാഹചര്യം വരും. കോന്നി 2 തവണകളായി ഉപതെരഞ്ഞെടുപ്പ് വോട്ട് ഇങ്ങോട്ട് ഇടതുപക്ഷത്തിനൊപ്പമാണ്. അത്യാവശ്യം ജനീഷ് കുമാർ അവിടെ വലിയ സ്വാധീനമൊക്കെ ഉറപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം അടൂർ പ്രകാശ് കോന്നിയിലേക്ക് തിരിച്ചെത്തിയാലോ? ഇപ്പോഴും കോന്നിക്കാരുടെ നേതാവ് അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശിന് ശേഷം മറ്റൊരു നേതാവ് വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അവിടെ എഴുതള്ളാൻ കഴിയില്ല. പത്തനംതിട്ട ജില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ കീറാമുട്ടിയായി നിൽക്കുന്ന ഒരു ജില്ലയാണ്. ആറന്മുള പോലൊരു സ്ഥലത്താണ് വീണ ജോർജ്. അതെ, ഞാൻ പറയുന്നത് ഇപ്പോൾ പത്മകുമാർ അടക്കമുള്ളവരുടെ വിഷയങ്ങൾ, ശബരിമല കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ ശബരിമല നിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ മാക്സിമം സീറ്റുകൾ പിടിക്കണം. അപ്പോൾ അടൂർ പ്രകാശ് അവിടേക്ക് വരുമ്പോൾ രാഷ്ട്രീയ അങ്ങോട്ട് വീശും ഉറപ്പായിട്ടും. അപ്പോൾ അടൂർ പ്രകാശിന് അവിടെ അക്കോമഡേഷൻ കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ട്. ഇനി ഈ പറയപ്പെടുന്ന കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹത്തിന്റെ 40-42 വർഷത്തെ കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നേവരെ നിയമസഭയിൽ മത്സരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റുന്ന 2 സീറ്റുകൾ അവിടെയുണ്ട്. കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട് അടൂർ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റുന്ന മണ്ഡലമാണ്. പഴയ അടൂരിന്റെ MP ആണ് കൊടിക്കുന്നിൽ സുരേഷ്. അവിടെ സ്ഥാനാർത്ഥിയായി ക്ലെയിം ചെയ്യാൻ പറ്റുന്ന MG കണ്ണൻ ഇന്ന് ജീവനോടെ ഇല്ല. പിന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹധർമ്മിയുടെ പേരുകളാണ് ഉയർന്നു കിട്ടുന്നത്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് അവിടെ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കുന്നില്ല ആ സീറ്റ് കൊടുക്കാൻ പാർട്ടി ഒരു പക്ഷേ തയ്യാറായേക്കും. അപ്പോൾ അടൂർ മാത്രമല്ല മറ്റു പല മണ്ഡലങ്ങളിലും കൊടുക്കുന്നതിൻ്റെ പേര് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ MP മത്സരിക്കേണ്ടുന്ന സാഹചര്യങ്ങളിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. അങ്ങനെയെങ്കിൽ ആദ്യം ഞെർക്ക് വീഴാൻ പോകുന്ന MP പേര് ഷാഫി പറമ്പിൽ എന്ന് തന്നെയാണ്. ഉറപ്പാണോ? 100% ഉറപ്പാണ്. MP ആരെങ്കിലും ഒരാൾ മത്സരിച്ചാൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടാകും. അപ്പോൾ രോഹിത്, നമ്മൾ സംസാരിച്ചത് എന്തുകൊണ്ട് എങ്ങനെയാണ് ഇദ്ദേഹം പ്രസിഡന്റ് ആയി എന്നുള്ളതാണ് നമ്മുടെ. അതെ, പറഞ്ഞോളൂ. ഇനി ബെന്നി അതാ ഞാൻ പറഞ്ഞത്, ഷാഫി മത്സരിക്കാൻ നിൽക്കുകയാണെങ്കിൽ KPC പ്രസിഡന്റ് ആക്കാൻ പറ്റില്ലല്ലോ. ബെന്നി ബെഹനാൻ എന്തായാലും ചാലക്കുടിയുടെ MP ആയിട്ടിരിക്കുന്നു. അദ്ദേഹം ഇനി എങ്ങനെയാണ് ബെന്നി ബെഹനാൻ KPC അധ്യക്ഷനായി വന്നാൽ, താൽക്കാലിക ചുമതലയായിരിക്കും കേട്ടോ, വന്നാൽ ഷാഫി പറമ്പലിന് വേണ്ടി ഷാഫി പറമ്പലിനെ വെട്ടിയതാണെന്ന് പറയാൻ പറ്റുക? ഇവർ രണ്ടുപേരും ഒരേ ഗ്രൂപ്പ് സംവിധാനത്തിലുള്ളവരാണ്. എ ഗ്രൂപ്പിന്റെ നേതാവാണ് ബെന്നി ബെഹനാൻ. ബെന്നി ബെഹനാന്റെ ശിഷ്യനാണ്, ഉമ്മൻചാണ്ടിയുടെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ ബെന്നി ബെഹന്റെ ശിഷ്യനാണ് ഷാഫി പറമ്പൽ. അതെങ്ങനെയാണ് വെട്ടലാവുക? അതീ പറയുന്ന കഥകളെന്ന് മാത്രം നമുക്ക് കരുതിയാൽ. അപ്പോ ഇപ്പൊ ബെന്നി ബെഹനാൻ ഇപ്പൊ 100% ബെന്നി ബെഹനാൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് താൽക്കാലിക ചുമതലയിലെത്താൻ 100% യോഗ്യനായ മനുഷ്യനാണ്. കാരണം കൃത്യമായ ഇലക്ഷൻ സ്ട്രാറ്റജികൾ, ഇലക്ഷൻ പൊളിറ്റിക്സ്, സംഘടനയെ ചലിപ്പിക്കാൻ സ്വാധീനമുള്ള മനുഷ്യൻ തന്നെയാണ് ബെന്നി ബെഹനാൻ. ഇനി മറ്റൊരു സാധ്യതയുണ്ട്, കെ മുരളീധരൻ മത്സരിക്കാൻ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു. വലിയ താല്പര്യമില്ല എന്ന് പറയുന്നു. ഇലക്ഷൻ മത്സരിക്കാൻ നല്ല ചോയ്സ് ആണ്. അപ്പോൾ നമുക്ക് ഉപാധ്യക്ഷന്മാരായി നിൽക്കുന്ന PC വിഷ്ണുനാഥ് മത്സരരംഗത്തുണ്ടാവും, അനിൽകുമാർ മത്സരത്തുണ്ടാവും, ഷാഫി പറമ്പിൽ മത്സരരംഗത്തേക്ക് വരും. അങ്ങനെയാണെങ്കിൽ മത്സരരംഗത്തില്ലാത്ത കരുത്തനായ മറ്റൊരു നേതാവ് വരികയാണെങ്കിൽ KPCC അധ്യക്ഷനായ കെ മുരളീധരൻ വന്നാൽ ഇമേജ് മാറും. ഈ ഷാഫി വരുന്നതിനേക്കാൾ വലിയ ഇമേജാണ് മുരളീധരൻ വരുന്നത്. കാരണം മുരളീധരന്റെ സ്ട്രാറ്റജികൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ കഴിവുള്ള ഒരു സംഘടന. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കരുണാകരനുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടി മാറ്റവും അതുമൂലമുണ്ടായ നെഗറ്റീവുകൾ കിടക്കുന്നത് കൊണ്ടാണ്. അല്ല, ആ നെഗറ്റീവ്സ് ഒക്കെ പോയി. അല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ എപ്പോഴേ അദ്ദേഹം അത് രോഹിത് പറഞ്ഞ പോലെ കെ സുധാകരനെ പോലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ്. നിലപാട് പറയാൻ അറിയാം. ആരുടെയും മുഖം നോക്കി ശക്തമായിട്ട് BJP RSS എതിർത്ത് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. ആരെയും തലോടാറില്ല, തല്ലാറേ ഉള്ളൂ. അല്ല, അദ്ദേഹം വളരെ ഭംഗിയായിട്ട് സംസാരിക്കും. ജനത്തിന്റെ കൈയെടുക്കാൻ ഇത്രയും കഴിവുള്ള ഒരു നേതാവ്, അദ്ദേഹത്തിന് യോഗ്യനാണ്. കോൺഗ്രസ്സുകാരനായാലും പുള്ളി തല്ലും, പറയാനുള്ളത് പറയാം. അതെ, സരസമായ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഭാഷ അദ്ദേഹത്തിന് കൈവച്ചു. അദ്ദേഹത്തിനൊപ്പം ജനങ്ങളുണ്ട്, ഉത്തമ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഷാഫി പറമ്പലിനെ വെട്ടലത് ഇവിടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ക്യാപ്സൂളുകൾ പടച്ചുവിടുന്നവരുടെ പ്രശ്നം കോൺഗ്രസിൽ തല്ലില്ല, അതിനുള്ളൊരു വിഷമമാണ്. 100%. നമുക്ക് ഇപ്പം ജാഥ നയിച്ച് പ്രതിപക്ഷ നേതാവ് വരിക, ഇലക്ഷൻ ക്യാമ്പയിന്റെ ചുമതല കൊടുത്തേക്കുന്ന ആർക്കാ? ഇവർക്കല്ല. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്, ഷാഫിക്കുണ്ട്, തരൂരിനുണ്ട്, പിന്നീട് ഒരു പേര് കൂടെ ഉണ്ട്, ബെന്നിക്കുണ്ട്. 4 പേരടങ്ങുന്ന ഒരു സംഘത്തിനാണ്. അപ്പൊ അത് തന്നെ പോരെ. ഇവന്മാരെന്തോ പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല ഒതുക്കി, ശശി തരൂർ പാർട്ടി മാറാൻ പോകുന്നു,
ഇലക്ഷൻ ക്യാമ്പയിന്റെ ഉത്തരവാദിത്തം എടുത്ത് കൊടുത്തേക്കുക. അല്ല തരൂരിനെ പോലെ ഒരു ബുദ്ധിരാക്ഷസൻ ക്യാമ്പയിൻ ഒക്കെ ആവുമ്പോഴത്തേക്ക് ഭയങ്കര അതിൽ കാര്യമൊന്നുമില്ല കേട്ടോ. അല്ല, യൂത്ത് ഞാൻ അതിനൊന്നും കാണുന്നില്ല. ശശി തരൂരൊന്നും ഇലക്ഷൻ ക്യാമ്പയിൻ നയിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള അല്ല യൂത്തിന് വളരെ ഇഷ്ടമാണ്. യൂത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ആളുകളെ കയ്യിലെടുക്കാൻ അതൊന്നുമല്ല, തന്ത്രങ്ങൾ വിനയിലാണ്. അതെ, ഇലക്ഷൻ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വപൗരന്റെ തന്ത്രങ്ങളല്ല. അല്ല, അത് നമ്മൾ അപ്പൊ മനസ്സിലാക്കും. അതിലേക്ക് യോഗ്യൻ രമേശ് ചെന്നിത്തല യോഗ്യനാണ്, ഷാഫി യോഗ്യനാണ്, ഈ പറയുന്ന നമ്മുടെ ഇവരെല്ലാം യോഗ്യന്മാരാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ലീഡറാക്കാം. അവിടെ ഏറ്റവും യോഗ്യനായിട്ട് ഈ പറയപ്പെടുന്ന രമേശ് ചെന്നിത്തല നിപ്പുണ്ട്. പാർലമെന്ററി തലത്തിൽ ഇത്രയും പരിചയസമ്പന്നനായ വ്യക്തി. നോക്കൂ, ഇവിടെ വിവാദങ്ങളില്ലെന്നേ. ഇവരെല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുക. ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇവർക്കുള്ളൂ. ഒരൊറ്റ ലക്ഷ്യം. എന്താണ് ആ ലക്ഷ്യം? 100 സീറ്റ്. 100 സീറ്റ്. ആ 100 സീറ്റ് പിടിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ചർച്ചയാകാം എന്നാണ് വി ഡി സതീശനും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും AICC അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പൊ സ്വാഭാവികമായിട്ടും അനാവശ്യമായി ഷാഫിയെ അടിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിനെ അപ്പൊ രോഹിത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇവിടെ അങ്കലാപ്പിലാകുന്നത് BJP ആണോ CPM ആണോ? BJP എന്തിനാ അങ്കലാപ്പ്? ഒന്നും നഷ്ടപ്പെടില്ല. അവന്മാർക്ക് വട്ടപ്പൊലിച്ച് നിൽക്കുന്ന അവന്മാർക്ക് CPM ആണല്ലോ നഷ്ടപ്പെടാനുള്ളത്. BJP എന്ത്? ഞാൻ ഇപ്പോഴും പറയുന്നത് കേട്ടോ, BJP 0 സീറ്റ് എടുക്കും. 0 സീറ്റിൽ രാജീവ് ചന്ദ്രശേഖരൻ. അവരുടെ വക്താക്കളൊക്കെ പറയുന്നത് 5 സീറ്റൊക്കെയാണ്. രാജീവ് ചന്ദ്രശേഖർ അവിടെ പോകും. രാജീവ് ചന്ദ്രശേഖർ അവിടെ പോകും. അയാൾ ഇത് കഴിയുമ്പോൾ അയാളെ തൂക്കിയെടുത്ത് വേറെ എവിടെയും കളയും. അതാ സംഭവിക്കുന്നത്. നിയമത്തെ ജയിക്കില്ല. ചെന്നപ്പൂന്നെ ചേട്ടാ, പുള്ളി അങ്ങ് സ്വയമേ അങ്ങ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ബ്രാൻഡ് ചെയ്യുവാണ്. കെ സുധാകരൻ അല്ല, അതൊക്കെ വിട്ടുതരമാണ്. ആ വിട്ടുതരങ്ങളാണ് കാണിക്കുന്നത്. കെ സുരേന്ദ്രൻ BJP അധ്യക്ഷനായിരുന്നു. ആരായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? കെ സുരേന്ദ്രനായിരുന്നു. അല്ലായിരുന്നു. അല്ല, നമ്മുടെ ഇദ്ദേഹമായിരുന്നു, നമ്മുടെ മെട്രോമാൻ E ശ്രീധരനായിരുന്നു. അതെ. എന്താ സുരേന്ദ്രന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യത ഇല്ലായിരുന്നു? എന്താ യോഗ്യത ഇല്ല? അപ്പൊ അദ്ദേഹം ചെയ്തു. അത് ഒരിക്കലും അദ്ദേഹം വീമ്പ് വർത്താനം പറഞ്ഞിട്ടില്ല. അദ്ദേഹം മാക്സിമം വോട്ട് പിടിക്കാനാ നോക്കുക. അദ്ദേഹത്തിന് അറിയാം അധികാരം കിട്ടത്തില്ലെന്ന്. പിന്നെ പുറത്ത് 35 സീറ്റ് കിട്ടി അധികാരത്തിൽ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം വോട്ട് ഷെയർ ഉണ്ടാക്കാനാ നോക്കുക. ഇയാൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇയാളെ വെച്ചങ്ങ് ബ്രാൻഡ് ചെയ്യും. ഇയാൾ നരേന്ദ്രമോദിയെ കട്ടി വലിയ ആളായിട്ട് അയാളുടെ റീലുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതൊരു സംഘം തന്നെ അദ്ദേഹത്തിനുണ്ട്. എന്ത്? ഞാൻ വീണ്ടും ചോദിക്കും. ഞാൻ കുറച്ച് മുമ്പ് മേഘയായിട്ട് അടുത്ത ചർച്ചയിൽ ഞാൻ ചോദിച്ചു, അതേ ചോദിച്ചു ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. എന്താണ് BJPയുടെ ഇന്ന് കാണുന്ന കേരളത്തിലെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പങ്ക്? അവർക്ക് സമ്മതിക്കില്ല. കാര്യം ഞാൻ പറഞ്ഞുതരാം, എനിക്ക് വളരെ അടുപ്പുള്ള സ്ഥലമാണ് നിയമം. അവർ പറയുന്ന കണക്കുകൾ ഭയങ്കരമാണ്. കാര്യം നിയമത്ത് വി ശിവൻകുട്ടിയും ഈ പറയപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖറും മത്സരിച്ചാൽ UDFന്റെ സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് ആണെന്ന് വെച്ചോ. മത്സരിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, വൈഷ്ണ സുരേഷിന്റെ പേരാണല്ലോ കേൾക്കുന്നത്. കോൺഗ്രസ് അങ്ങനെ ഇവന്മാരെ കാണുന്നുള്ളൂ എന്നങ്ങ് ചിന്തിച്ചാൽ മതി. അത്ര നിസ്സാരമായിട്ട് ശിവൻകുട്ടി ജയിക്കുന്നാണോ പറയുന്നത്? അല്ല, വൈഷ്ണ സുരേഷ് ജയിക്കുന്ന ഞാൻ പറയുന്നത്. മടുത്തെന്ന് ഇവന്മാരെയൊക്കെ, ശിവൻകുട്ടിയൊക്കെ ജനം മടുത്തു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അത്ര കണ്ട് വൈഷ്ണവ സുരേഷിന് കഴിയുമെന്ന് താങ്കൾ കോൺഗ്രസിന് കഴിയുമെന്ന് ഞാൻ പറയുന്നു, UDFന് കഴിയുമെന്ന് ഞാൻ പറയുന്നു. വൈഷ്ണവ സുരേഷ് അപ്പോൾ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് ചർച്ച. ഏതായാലും നമുക്ക് വ്യക്തികേന്ദ്രം അല്ല, ഈ വിഷയം നമുക്ക് പെട്ടെന്ന് വഴുതി മാറി വന്നതാണ്. ഏതായാലും നമുക്ക് ബെന്നിയിലേക്ക് തന്നെ വരാം. ഇവർ നിർത്തിയിരിക്കുന്ന ബെന്നി ബെഹൻ, ഞാൻ പറഞ്ഞത് ഇതൊന്നും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് പോലും ഒരു സോഴ്സും കറക്റ്റ് ആയിട്ടുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിലല്ല. പക്ഷേ ഈ 4 പേരെ ആക്കിയിട്ടുള്ള വാർത്ത വന്നിട്ട് അത് വന്നു. ബെന്നി ബെഹനാൻ KPCCയുടെ താൽക്കാലിക ചുമതലയിലേക്ക് വന്നാൽ കളം മാറുമെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ ഇരിക്കുന്ന നമ്മുടെ സജഷനാണ്. ആ വെട്ടി എന്ന് പറയുന്നത് പോലും കള്ളമാണ്. ഷാഫി മത്സരിക്കണം. ഷാഫി മത്സരരംഗത്തുണ്ടാവണം. പാർട്ടിയെ സണ്ണി ജോസഫും മത്സരരംഗത്തുണ്ടാവണം. പാർട്ടിയെ ബെന്നി ബെഹനാനെ പോലെയുള്ള MPമാർ നയിക്കണം. MPമാർക്ക് ഉത്തരവാദിത്തം കൊടുക്കണം. മത്സരിക്കാത്ത MPമാർക്ക് ഉത്തരവാദിത്തം കൊടുക്കണം. തീർച്ചയായും അതേ രീതിയിൽ അങ്ങോട്ട് കാര്യങ്ങൾ അത്തരത്തിലൊരു നല്ല ടീം സെറ്റ് ചെയ്ത് 100% ടീം സെറ്റാണ്. ടീം UDF സെറ്റാണ്. അതിൽ ആർക്കും സംശയം വേണ്ട. എത്ര സീറ്റ്, 100ന് മുകളിലേക്ക് എത്ര സീറ്റുകൾ അധികം കിട്ടുമെന്ന് മാത്രം ചിന്തിച്ചാൽ. ഏതായാലും രോഹിത്, നമുക്ക് കാത്തിരിക്കാം. ഈ പറയുന്ന ആ ഒരു സ്ട്രാറ്റജിയിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വിജയത്തിന്റെ 10 ഇരട്ടി മാറ്റോടെ UDFന് അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന UDFന് സീറ്റ് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. 100%. ഇപ്പോഴത്തെ ജനത്തിന്റെ പൾസ് അങ്ങനെയാണ്. ജനത്തിന്റെ കയ്യിലിരിക്കുകയാണ്. അവർ ഇതുപോലെ ഇരിക്കും. അങ്ങനെ തന്നെ ആകും.